ക്രിസ്ത്യൻ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഷാൽ സാറും മറ്റ് പ്രിയപ്പെട്ടവരും ഒക്കെ നേതൃത്വം നൽകുന്ന ഒരു 5-day സീരീസ് ഓഫ് പ്രസന്റേഷൻസ് ക്ലാസ്സസ് ഇന്നലെ ആരംഭിച്ചു. അനുഗ്രഹകരമായിട്ടുള്ള ഈ കൂട്ടായ്മയ്ക്ക് എന്നെയും പങ്കുകാരനാക്കിയതിൽ പ്രത്യേകിച്ച് ബഹുമാനമുള്ള ഷാൽ സോമൻ സാറിനോടുള്ള പ്രത്യേക നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല നേരിട്ട്, പരിചയം സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ്. എന്നാൽ ധാരാളം കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ചിൽഡ്രൻ മിനിസ്ട്രിയിൽ അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് ഇസ് ഇവോൾവിങ് ആൻഡ് ഇൻഫ്ലുവൻസിങ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അദ്ദേഹം നേതൃത്വം നൽകുന്ന എല്ലാ ക്രിസ്തീയ സംരംഭങ്ങളും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു തീമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എഫക്റ്റീവ് പേരന്റിങ്, ഫലപ്രദമായ പരിപാലനം എന്നാണ് ഞാൻ അതിന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്നെ സ്വാഗതം ചെയ്ത ആള് കുറച്ചുകൂടെ നല്ല ഒരു ട്രാൻസ്ലേഷൻ പറഞ്ഞു. ഫലപ്രദമായ രക്ഷകർതൃത്വം എന്ന് പറഞ്ഞു. രണ്ടും അംഗീകരിക്കാം, രണ്ടും നന്നായിരിക്കുന്നു. എന്നാൽ പരിപാലനം എന്നുള്ള വാക്ക് ഞാനൊന്ന് എടുക്കുകയാണ് പാരന്റിങ്ങിന് പകരമായിട്ട് മലയാളത്തിൽ. നമുക്ക് ക്ലാസിന്റെ വിശദമായ ഭാഗങ്ങളിലേക്ക് കടക്കാം. കുറെ കൂടെ വ്യക്തമായ ചില ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കുള്ളിൽ പലതരത്തിലുള്ള ആശയങ്ങൾ ഉടലെടുത്തു വരും, പുതുതായിട്ട് വരും. നിങ്ങൾ എന്നെ കേൾക്കുന്ന ബഹുഭൂരിഷ ആളുകളും വിവാഹിതരും കുട്ടികളുള്ളവരും ഒക്കെയാണ്. ചിലരൊക്കെ കുട്ടികൾ മുതിർന്നവരും ഉണ്ടാവും. അപ്പോൾ ഈ ബോംബെയിൽ നിന്ന് ഒരു പാർട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ട് വേണ്ട നിങ്ങൾ ഇനി കുട്ടിയെ വളർത്താനായിട്ട്. നമുക്കറിയാം എങ്ങനെയാ വളർത്തേണ്ടത്, എങ്ങനെയാണ് കുട്ടികളെ പരിപാലിക്കേണ്ടതെന്ന് നമുക്കറിയാം. എന്നാൽ ഈ മീറ്റിങ്ങുകളുടെ ഒക്കെ ഒരു ഉദ്ദേശം ഒരു പ്രത്യേക കാലയളവിൽ നമ്മളുടെ പേരന്റിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിങ്ങിനെ കുറിച്ച്, ഇത്തരം ക്ലാസ്സുകളെ കുറിച്ച് ചിന്തിച്ചത്? അതിന് കാരണമായത് ഒരു പ്രത്യേക സാഹചര്യമാണ്. ആ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വീടുകൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, സ്കൂളുകൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, പുറത്ത് കുട്ടികൾക്ക് പോകാൻ നിർവാഹങ്ങളില്ല. പേരന്റിങ്ങിൽ തന്നെ ഒട്ടനവധി വെല്ലുവിളികൾ, ചലഞ്ചസ് നമ്മൾ നേരിടും. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇത്തരം വിഷയങ്ങളുമായി ഓൺലൈൻ മീഡിയ വഴി നമ്മൾ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ഒരു പ്രത്യേക കാലയളവിൽ പോകുമ്പോൾ ആ കാലയളവിനെ അഭിസംബോധന ചെയ്ത് ആ കാലയളവിലെ പ്രശ്നത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ. അപ്പൊ അത് വളരെ പ്രധാനമാണ്. എന്നാൽ രസകരമായ കാര്യം, ഇതെല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. പേരന്റിങ്ങിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ തുടങ്ങുന്നത്, ഇനി പ്രസന്റേഷൻസ് ഒക്കെ തുടങ്ങുന്നത് 2000-ന്റെ ആദ്യ കാലയളവ് തൊട്ടാണ്. നമ്മുടെയൊക്കെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളില്, സെമിനാറുകളിലൊക്കെ പേരന്റിങ്ങിനെ കുറിച്ചുള്ള അവതരണങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടനകളുടെ ആഭിമുഖ്യത്തിലോ യൂത്ത്, സൺഡേ സ്കൂൾ തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ പേരന്റിങ്ങിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത് ആ കാലയളവ് മുതലാണ്. അല്ലെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. 2000-ന് മുമ്പ് നമ്മുടെ ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനങ്ങളുടെ തീമുകളിൽ ഇതൊന്നും വന്നിട്ടില്ല. സാധാരണ ഇങ്ങനത്തെ തീമുകളൊന്നും വരാറില്ല. എന്നാൽ ഒരു 2000-ന് ശേഷം 90-കളുടെ ഒടുവിലും 2000-ന്റെ ആദ്യ കാലയളവിലും ഒക്കെ പേരന്റിങ് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട തീമുകൾ ഒറിജിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അതൊരു പ്രത്യേക കാലയളവ് നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ആ കാലയളവിലാണ് മനുഷ്യരുടെ ജീവിത രീതികളും മനുഷ്യരുടെ ജീവിത പ്രമാണങ്ങളും ഒക്കെ വേഗത്തിൽ മാറുന്നു, പല കാരണങ്ങൾക്കും. അതിലൊരു കാരണമായി നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുന്നത് ആഗോളവത്കരണവും അതിനോട് ശേഷം ചേർന്ന് വരുന്നതായിട്ടുള്ള മീഡിയകളുടെ ഇൻഫ്ലുവൻസുകളും അതേപോലെ തന്നെ മീഡിയകൾ മുമ്പിൽ കൊണ്ടുതരുന്ന ചാലഞ്ചസും ഒക്കെ ആയിരുന്നു.
അപ്പോ ആ കാലം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ ഈ പേരന്റിങ്ങിനെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെ പേരന്റിങ് നടത്തണം, കുട്ടികളെ എങ്ങനെ അഭ്യസിപ്പിക്കണം, മാറുന്ന ലോകത്തിൽ നമ്മുടെ പരിപാലനം എങ്ങനെയാണ്, മാറുന്ന ലോകത്തിൽ നമ്മുടെ ഇൻവോൾവ്മെന്റ് എങ്ങനെയാകണം, അല്ലെങ്കിൽ നമ്മൾ പഴഞ്ചന്മാരായി മാറും. 90കളുടെ ഒടുവിൽ തൊട്ട് ഇങ്ങോട്ട് നമ്മൾ പഴഞ്ചന്മാരാകാതിരിക്കാൻ വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി, നമ്മളായിട്ട് തന്നെ ഇൻവോൾവ് ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്നാ പ്രശ്നം എന്നറിയാമോ? 80കളിലും 70കളിലും 80കളുടെ ഒടുവിലും ഒക്കെ ജീവിക്കുന്ന പഴയ മനുഷ്യരെ പോലെ നമ്മളായി. സോ അതുകൊണ്ട് 90കളുടെ ഒടുവ് മുതൽ ഇങ്ങോട്ട് 2000 ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അവഗാഹത്തോടുള്ള പഠനങ്ങളും ചർച്ചകളും നമ്മുടെയൊക്കെ ക്രിസ്തീയ മേഖലകളിൽ വ്യാപകമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. PBS പ്രസ്ഥാനങ്ങളും അതേപോലെ തന്നെ സഭകളുമായി ചേർന്ന് നിൽക്കുന്ന മറ്റ് പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ഈ വിഷയങ്ങളെ കാര്യമായിട്ട് എടുക്കാൻ തുടങ്ങുന്നത് 2000-ന് ശേഷം ഇങ്ങോട്ടാണ്. എന്നാൽ വളരെ ചെറിയ തോതിൽ മാത്രമേ. എന്നാൽ ഈ കാലയളവിൽ നമ്മളത് കൂടുതൽ കാര്യമായിട്ട് പഠനത്തിനും പ്രായോഗിക തലത്തിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. സോ അത്രയും ഒരു കാര്യം ആമുഖമായിട്ട് പറഞ്ഞു നമുക്ക് ക്ലാസിന്റെ വിശദമായ ഭാഗത്തിലേക്ക് കടക്കാം. ഈ ക്ലാസ്സിൽ 4 പ്രധാനപ്പെട്ട ഏരിയാസിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ വെൻ യു ആർ എ പേരന്റ്, what all you have to keep in mind, according to me, those are 4 things. 4 പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. പേരന്റിങ്ങിന്റെ 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. 4 important factors of parenting. മേ ബി കീപ് ദിസ് ഇൻ മൈൻഡ് എന്നുള്ളതിന് നിങ്ങൾക്ക് വേണേ വേറൊരു ഹെഡ്ലൈൻ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം: 4 factors of parenting. 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്നാമതായി ഡെമോൺസ്ട്രേഷൻ ആണ്. ഡെമോ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയും. പേരന്റിങ്ങിൽ വളരെ കൃത്യമായി നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന ചില മോഡൽസ് അല്ലെങ്കിൽ മോഡലിംഗ്. ഒരു കുട്ടിയെ അഭ്യസിപ്പിക്കുമ്പോൾ, കുട്ടിയെ വളർത്തുമ്പോൾ അവന് അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ നമ്മളായിട്ട് അവന് കാണിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഡെമോൺസ്ട്രേഷൻ എന്നതുകൊണ്ട്. സാധാരണഗതിയിൽ വീട്ടിലെ അപ്പനോ അമ്മയോ യാതൊരാൾക്കും യാതൊരു സഹായവും ചെയ്യാത്ത ഒരാളാണെങ്കിൽ, അപ്പനോ അമ്മയോ ആരെങ്കിലും യാതൊരു സഹായവും ആർക്കും ചെയ്യില്ല, വീട്ടിലുള്ളവർക്കും ചെയ്യില്ല, വീട്ടിലുള്ളവർക്കും ചെയ്യില്ല എങ്കിൽ the demo a child is receiving in such a home is that my father or my mother is not helping anybody who seeks help, so why should I എന്നുള്ള ചോദ്യം അല്ലേ? എൻ്റെ അപ്പനോ അമ്മയോ ആരെയും സഹായിക്കുന്നില്ല, ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ വേണ്ടുന്ന സഹായം എത്തിക്കുന്നില്ല, എൻ്റെ അപ്പനും അമ്മയും ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ ഞാൻ എന്തിന് വ്യത്യസ്തനാകാം? സോ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരേണ്ടുന്ന ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്, നിങ്ങളുടെയും എൻ്റെയും വീട്ടിൽ, നിങ്ങളുടെയും എൻ്റെയും ജീവിതചര്യകളും ഞാനും നിങ്ങളും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളുമാണ് കുട്ടികൾ പഠിക്കുന്നത്, മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്താണോ അവരുടെ മുൻപിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് അതാണ് അവർ പ്രതിഫലിപ്പിക്കുന്നത്. വീട്ടിൽ കലഹം ഉണ്ടെങ്കിൽ കുട്ടി കലഹത്തെക്കുറിച്ച് പഠിക്കുകയാണ്. വീട്ടിൽ പരസ്പരം സംശയാലുക്കളാണെങ്കിൽ സംശയാലുക്കളായി കുട്ടികൾ പിന്നീട് മാറുകയാണ്. വീട്ടിൽ വല്ലാണ്ട് അപ്പനും അമ്മയും എന്താ പറയാ പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകുന്നില്ലെങ്കിൽ കുട്ടിയുടെ ഉള്ളിലേക്ക് പോകുന്ന പാഠങ്ങളെല്ലാം അത്തരത്തിലായി. വീട്ടിലത്തെ അമ്മ, വീട്ടിലത്തെ അപ്പൻ, സ്വന്തം അപ്പൻ അല്ലെങ്കിൽ അമ്മ ഒരു കുട്ടിയുടെ മുൻപിൽ പ്രദർശിപ്പിക്കുന്ന എല്ലാ സ്വഭാവഗതികളും സ്വഭാവ രീതികളും ഒരു കുട്ടിയുടെ വളർച്ചയെ വളരെ കാര്യമായി സ്വാധീനിക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്ക് പല രീതിയിൽ
നിങ്ങളുടെ കുട്ടികളെ അഭ്യസിപ്പിക്കാനായിട്ട് സാധിക്കും. അതിലൊരു രീതിയാണ് ഡു വാട്ട് യു സേ ആൻഡ് സേ വാട്ട് യു ഡു. നിങ്ങൾ എന്താണോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് പറയുകയും നിങ്ങൾ എന്താണോ പറയുന്നത് അത് ചെയ്യുകയും ചെയ്യാനായിട്ടുള്ള ഒരു ബാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കള്ളം പറയരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു അപ്പൻ അല്ലെങ്കിൽ ഒരു അമ്മ വീട്ടിൽ കള്ളം പറയാതിരിക്കണം എന്നുള്ളതാണ് ബാലപാഠം. തെറ്റ് ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്ന അമ്മ മോഷ്ടിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന അപ്പൻ ബ്രൈബ് വാങ്ങരുത് എന്നുള്ളതാണ് ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ ഈ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഹൗ വി അപ്പിയർ അത് വളരെ പ്രധാനമാണ്. കുട്ടികളുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡെമോൺസ്ട്രേഷൻ എന്നുള്ള ഭാഗം പറഞ്ഞ് തീർക്കുകയാണ്. രണ്ടാമത്തത് എൻകറേജ്മെന്റ് ആണ്. കുട്ടികൾ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻകറേജ്മെന്റിനെ ചിലർ റിവാർഡ് എന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് അത്ര യോജിപ്പില്ല. കാരണം റിവാർഡ് എന്ന് പറയുമ്പോൾ അതിനൊരു ബ്രൈബിന്റെ ഘടകം കൂടെ. എടാ ഞാന് നിന്നെ ഒരിടത്തേക്ക് പറഞ്ഞു വിടാം, നീ അതൊക്കെ ചെയ്തിട്ട് ഭംഗിയായിട്ട് വരികയാണെങ്കിൽ ഞാൻ നിനക്കൊരു ചോക്ലേറ്റ് തരാം. ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ബ്രൈബ് അല്ലേ. നീ പോയി ആ പുസ്തകം എടുത്തിട്ട് വന്നേ ഒരു മിഠായി തരാം. ഇതാവരുത് എൻകറേജ്മെന്റ്. അപ്പൊ കുട്ടി എന്ത് വിചാരിക്കും, അപ്പൻ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ അതൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അപ്പൻ എനിക്ക് റിവാർഡ് തരുമെന്നുള്ള കാരണത്താൽ കുട്ടി പലതും ചെയ്യുന്നതിന് കാരണം. അതല്ല എൻകറേജ്മെന്റ് എന്ന് പറയും. ഈ ബി എഡിന്റെ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ക്ലാസ് റൂമിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു തിയറി, അതായത് ഈ അത് പാവ്ലോവ് എന്ന് പറയുന്ന ഒരു തിയറട്ടീഷ്യനാണ് ഡെവലപ്പ് ചെയ്തത്. ഐവാൻ പാവ്ലോവ്, IVAN പാവ്ലോവ്, PAVLOV പാവ്ലോവ്. ഐവാൻ പാവ്ലോവ് പറയുന്ന ഒരു തിയറിയുണ്ട്. അപ്പൊ ആ തിയറി എന്ന് പറയുന്നത് ഇതാണ്: ഒരു കൂട്ടിൽ ഒരു പട്ടിയെ അടച്ചിട്ടിരിക്കുക. ഓരോ സമയമാകുമ്പോൾ ഓരോ ബെല്ല് വരും. അപ്പൊ ബെല്ല് വരുന്ന സമയത്ത് ആ ബെല്ലിന്റെ കൂടെ ഒരു ഇറച്ചിയുടെ കഷ്ണവും. അപ്പൊ ബെല്ലിന് ശേഷമാണ് എന്ത് വരുന്നത്? ഇറച്ചിയുടെ കഷ്ണം കിട്ടുന്നത് ബെല്ലിന് ശേഷം. അപ്പോ ഇയാൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഇങ്ങനെ തുടർച്ചയായിട്ട് ആദ്യം ബെല്ല്, അല്പം കഴിയുമ്പോൾ വാതിൽ തുറന്ന് ഒരു ഇറച്ചിയുടെ കഷ്ണം വരുന്നു. പിറ്റേ ദിവസം ഒരു ബെല്ല്, ആ സമയമാകുമ്പോൾ ഇറച്ചിയുടെ കഷ്ണം വരുന്നു. സോ എപ്പോഴൊക്കെ ബെല്ല് വരുന്നു അപ്പോഴൊക്കെ ഈ നായയുടെ വായില് സലൈവ വരും, എന്താ പറയാ, ഉമിനീര് വരും. ബെല്ല് കിട്ടിക്കഴിഞ്ഞ ഉടനെ ഈ നായയുടെ വായില് ഉമിനീര് വരും. അപ്പൊ ബെല്ല് കേൾക്കുമ്പോ അവന് മനസ്സിലാവും എന്ത്, അതാ ഇറച്ചി വരാൻ പോകുന്നു എന്ന് അവന് മനസ്സിലാവും. അപ്പൊ അദ്ദേഹം ഈ തിയറി പറയുമ്പോ വായനക്കാരോട് അല്ലെ ഈ എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ ട്രെയിനിങ് ചെയ്യുന്ന ആളുകളോട് പറയാൻ ശ്രമിക്കുന്ന നമ്മൾ കൊടുക്കുന്ന ഏത് തരം റിവാർഡുകളും കുട്ടിയുടെ സ്വഭാവത്തെ ക്രമപ്പെടുത്തുന്നതിനാവാം, കുട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാവാം. അപ്പൊ പാവ്ലോവ് ഒരു കാര്യം ചെയ്തു. കുറെ കഴിഞ്ഞപ്പം ബെല്ലടിച്ചില്ല. ബെല്ലടിക്കാതെ തന്നെ ഈ ഇറച്ചി കഷ്ണം വെക്കാൻ തുടങ്ങി. അപ്പൊ ഇവൻ ഇത് രജിസ്റ്റർ ചെയ്ത് കിടക്കുകയാണ്, ഈ നായയുടെ മനസ്സിൽ ഇത് രജിസ്റ്റർ ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ട് ബെല്ല് വന്നില്ലെങ്കിലും ഇറച്ചിയുടെ മണമോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അവന്റെ വായിൽ സ്വാഭാവികമായിട്ട് സലൈവ വരാം. ഞാൻ ഈ എൻകറേജ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. സാരം ഇതാണ്: എൻകറേജ്മെന്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ വളർച്ചയെ, കുട്ടിയുടെ ജിജ്ഞാസയെ, കഴിവിനെ, കുട്ടിയുടെ ടാലൻസിനെ, കുട്ടിക്കുള്ളിലുള്ള എല്ലാത്തരം നല്ല ഗുണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാവണം. അവൻ നിങ്ങളോട് ബ്രൈബ് ചോദിക്കുന്ന തരത്തിലാവരുത് എന്നുള്ളത് പണ്ടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. നീ SSLC നന്നായിട്ട് പാസ്സായാൽ നിനക്കൊരു സൈക്കിള് വാങ്ങിത്തരാം. അപ്പൊ സൈക്കിള് കിട്ടാൻ വേണ്ടി SSLC പാസ്സായവരുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് ഞാൻ. സൈക്കിള് കിട്ടുമല്ലോ എന്നുള്ള വിചാരത്തിൽ SSLC നല്ലതായിട്ട് പഠിച്ചു. അപ്പൊ എന്റെ താല്പര്യം എന്താണ്? സൈക്കിൾ കിട്ടുക എന്നുള്ളതാണ് എന്റെ താല്പര്യം. സോ അതൊരു അപകടകരമായ എൻകറേജ്മെന്റ് ആണ്. എൻകറേജ്മെന്റ് വളരെ പ്രധാനമാണ്, പക്ഷെ അതൊരിക്കലും
ബ്രൈബ് എന്ന തലത്തിൽ പോകരുത്, റിവാർഡ്ഫുൾ എന്ന തലത്തിൽ പോകരുത്, എൻകറേജ്മെന്റ് അല്ലാതെയും ആവണം. മൂന്നാമത്, സെറ്റിംഗ് അവർ ഓൺ ബൗണ്ടറീസ് എന്ന് പറയും, ലിമിറ്റ്സ് എന്ന് പറയും. അതായത് നമ്മൾ നാടൻ ഭാഷയിൽ പറയും, ആന വാ തുറക്കുന്നത് കണ്ട് അണ്ണാൻ കുഞ്ഞു വാ തുറക്കരുത്. അതിന്റെ കാരണം എന്താണ്? സ്വാഭാവികമാണ്, അത് കീറിപ്പോകും അല്ലെ? അതാണ് അതിന്റെ കാരണം. ബൗണ്ടറീസ് ഉണ്ട് ഓരോ മനുഷ്യർക്കും അല്ലെ? ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ചിൽഡ്രൻസ് ആർ മോർ ഡിമാൻഡിങ്. ഒത്തിരി ഡിമാൻഡിങ് ആണ്. ഈ ഡിമാൻഡിങ് ആയ ചിൽഡ്രൻസിനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ എൻ്റെ ബൗണ്ടറി എന്താണ്? എൻ്റെ ബൗണ്ടറിയെ നിശ്ചയിക്കുന്ന പല ഘടകങ്ങളുണ്ട്. എൻ്റെ സാലറി എൻ്റെ ബൗണ്ടറിയെ നിശ്ചയിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഫാമിലി സ്റ്റേറ്റസ് എൻ്റെ ബൗണ്ടറിയെ നിശ്ചയിക്കുന്നു. ഞാൻ വളർന്നു വന്ന സോഷ്യൽ പാറ്റേൺസ് എൻ്റെ ബൗണ്ടറിയെ നിശ്ചയിക്കുന്ന ഘടകങ്ങൾ. ഇങ്ങനെ ഒത്തിരി ഘടകങ്ങൾ ബൗണ്ടറിയെ നിശ്ചയിക്കുന്നു. കുട്ടികളുടെ മുമ്പിൽ എൻ്റെ ബൗണ്ടറി എന്താണ്, പാരന്റ് എന്ന നിലയിൽ എൻ്റെ ബൗണ്ടറി എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാനായിട്ടൊരു പാരന്റിന് കഴിയണം. ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം അപ്പൻ അല്ലെങ്കിൽ അമ്മ എന്നത് എന്തും ചോദിച്ചാലും എന്തും തരുന്ന ആളാണെന്നും ഏത് ലെവൽ വരെ പോകാനും എനിക്ക് കഴിയുമെന്നും, എനിക്ക് ഒരു ബൗണ്ടറി ഇല്ല എന്നും, അപ്പന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും പണം ഇല്ലെങ്കിലും എനിക്ക് എന്തും ചെയ്യാമെന്നും എനിക്ക് എന്തും ഡിമാൻഡ് ചെയ്യാമെന്നുള്ള ചിന്ത കുട്ടിക്കുണ്ടാവും. അപ്പോൾ ബൗണ്ടറി പക്ഷെങ്കിൽ അതിനൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്. അതായത് ബൗണ്ടറി കുട്ടികൾക്ക് അയ്യോ എനിക്ക് അത്ര വരെ പോകാൻ പറ്റുള്ളല്ലോ എന്നുള്ളൊരു നെഗറ്റീവ് ചിന്താഗതിയും ഉണ്ടാകാൻ പാടില്ല. അതും വളരെ പ്രധാനമാണ്. ബൗണ്ടറി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ലിമിറ്റ്സ് എന്താണ്. മകനെ, എൻ്റെ ലിമിറ്റ് ഇതാണ്, എനിക്കിതേ സാധിക്കും, എനിക്കിതിനപ്പുറത്ത് പോകാനായിട്ട് പറ്റത്തില്ല എന്നൊരു അപ്പൻ പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം എന്നത്, കുട്ടി തൻ്റെ എയിംസും തൻ്റെ എക്സ്പെക്ടേഷൻസും മീറ്റ് ചെയ്യാൻ വേണ്ടി ഏത് ലെവൽ വരെ അവൻ പോകും. അവിടെയാണ് മോഷണങ്ങൾ സംഭവിക്കുന്നത്, അവിടെയാണ് ഫ്രോജറി സംഭവിക്കുന്നത്. എത്രയോ കുട്ടികളാണ് മോഷണങ്ങളിലും ഫ്രോജറിയിലും അകപ്പെടുന്നത്. കാരണം ഇതാണ്, ദേ ആർ നോട്ട് ബീൻ സെറ്റിംഗ് അപ്പ് ദെയർ ലിമിറ്റേഷൻ. അവരുടെ ലിമിറ്റേഷൻസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് പേരൻസ് മറന്നുപോയി എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ സ്വതവേ അവരുടെ ചില രീതികൾ അനുസരിച്ച് അവരവരുടേതായ മാർഗങ്ങൾ തേടുന്നതിന് കാരണം. അപ്പൊ നമ്പർ 3 ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. നമ്പർ 4, ഡയറക്ഷൻ. ഒരു അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും പേരൻസിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡയറക്ഷനാണ്. വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നമുക്ക്. എന്തിനാണ് സൈൻ ബോർഡ് നമ്മുടെ വഴികളിലൊക്കെ കാണുന്നത്? സൈൻ ബോർഡിന്റെ ഉദ്ദേശം എവിടേക്ക് പോകണമെന്ന് നമ്മളെ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം. ആ സൈൻ ബോർഡുകൾ നോക്കുമ്പോൾ നമുക്കറിയാം വാട്ട് ആർ ദ ഫെസിലിറ്റീസ് ഗവൺമെന്റ് ഈസ് പ്രൊവൈഡിങ് വൈൽ ഐ ഗോ, വാട്ട് ആർ ദി പ്രൊവിഷൻസ് ഗവൺമെന്റ് ഈസ് പ്രൊവൈഡിങ് ഇൻ മൈ വേസ്, വാട്ട് ആർ ദ ഹാർഡിൽസ് ബിഫോർ മീ, ആൻഡ് വാട്ട് ആർ ദി challenges I have. There may be challenges of hairpin curves, there may be challenges of U-turn. അല്ല, ഇങ്ങനെ ഒത്തിരി ചലഞ്ചസ്. ഡയറക്ഷൻ എന്നുള്ളത് വളരെ പ്രധാനമാണ്. കുട്ടികളെ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പേരന്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. എന്തുകൊണ്ടാണ് ഡയറക്ഷൻ വേണ്ടി വരുന്നതിന്റെ കാരണം, ഡയറക്ഷൻ വേണ്ടി വരുന്നതിന്റെ ഒരു കാരണം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മളെ ഡീവിയേറ്റ് ചെയ്യുന്ന ഒത്തിരി ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട്, ഒത്തിരി ഡീവിയൻസസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട്, ധാരാളം ഡീവിയൻസസ് നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ടാണ് ഡയറക്ഷൻസ് വേണ്ടി വരുന്നത്. അപ്പോൾ 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1 ഡെമൺസ്ട്രേഷൻ, 2 എൻകറേജ്മെന്റ്, 3 ബൗണ്ടറീസ് ആൻഡ് 4ാമത്തത് ഡയറക്ഷൻ. ഇനി ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു ഭാഗം ഡിസിപ്ലിൻ എന്ന ഭാഗമാണ്. ചില പേരൻസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, കുട്ടികളെ തല്ലാമോ?
കുട്ടികളെ തല്ലുന്നത് ശരിയാണോ? കുട്ടികളെ തല്ലുന്നത് ഒഴിവാക്കിക്കൂടെ? ബൈബിൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ് കുറച്ച് ബിബ്ലിക്കലും കൂടെ ആകണമെന്ന് ബഹുമാനുള്ള ഷാൽ സാർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ബൈബിൾ എന്താണ് പറഞ്ഞിരുന്നത്? ബൈബിള് ഒരു ബാലൻസ് പറയുന്നു. ബൈബിൾ ഓൾവേസ് പൊസസ് ആൻഡ് ഇൻസ്ട്രക്ട്സ് എ ബാലൻസ് ഓഫ് ഡിസിപ്ലിൻ. ഒന്നാമതായി നമുക്ക് 2 വാക്യങ്ങളിൽ നിന്നും അതിന്റെ ഒരു ജിസ്റ്റ് എടുക്കും. ആ വാക്യങ്ങൾ ഇവിടെ തന്നെ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫസ്റ്റ് തിമോത്തി 3:4 വേറെ ഒന്ന് എഫേഷ്യൻസ് 6:1-4 ആണ്. അത് രണ്ടുമാണ് പറയാൻ ഉദ്ദേശിക്കുന്ന വാക്യങ്ങൾ. ഫസ്റ്റ് തിമോത്തി 3:4 നമുക്ക് അവിടെ കൃത്യമായി തിമോത്തിക്ക് പറയുന്ന ഒരു ഉപദേശം, പോൾ പറയുന്ന ഒരു ഉപദേശമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യില് ബൈബിൾ അടുക്കലുണ്ടെങ്കിൽ എടുത്താൽ സൗകര്യമായിരിക്കും നമുക്ക് ഒന്ന് വായിക്കാനും മനസ്സിലാക്കാനായിട്ട്. ഫസ്റ്റ് തിമോത്തി 3 അതിന്റെ 4 എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം ഒരു അധ്യക്ഷൻ. അധ്യക്ഷനെ കുറിച്ച് പറഞ്ഞു വരുന്ന ഭാഗത്താണ്. അവിടെ നമുക്ക് എടുക്കേണ്ടുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അനുസരണത്തിൽ പാലിക്കുന്നവൻ. മാതാപിതാക്കൾ കുട്ടികളെ അനുസരണത്തിൽ പാലിക്കുന്നവനാകണമെന്നാണ് ആ വേദഭാഗം പറയുന്നത്. ഇൻസ്ട്രക്ഷൻ എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണ്. ഇൻസ്ട്രക്ഷൻ അവിടെ ഞാൻ ആ ഫസ്റ്റ് പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. വേർഡ് ഇൻസ്ട്രക്ട്. ഇൻസ്ട്രക്ട് എന്നതുകൊണ്ട് വേറൊരു അർത്ഥം ഡിസിപ്ലിൻ എന്നത് കൂടിയാണ്. ഇൻസ്ട്രക്ഷനിൽ ഉള്ളിൽ അടങ്ങേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്നേഹമായിരിക്കണം, ലവ്. അതുകൊണ്ട് ഞാൻ ആ ബുള്ളറ്റ് പോയിന്റ്സിൽ ഇട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. ലവ് വിത്തൗട്ട് ഡിസിപ്ലിൻ ലീഡ്സ് ടു എ സെൽഫിഷ് സ്പോയിൽഡ് ചൈൽഡ്. ഡിസിപ്ലിനുള്ളിൽ ഒരു ലവ് ഇല്ലെങ്കിൽ, സ്നേഹം ഇല്ലെങ്കിൽ, ഡിസിപ്ലിനകത്തൊരു സ്നേഹം ഇല്ലെങ്കിൽ, ലവ് ഇല്ലെങ്കിൽ, കുട്ടികൾ നമ്മളെ കുറിച്ച് പറയും നമ്മൾ സെൽഫ്. അച്ഛൻ വലിയ സെൽഫിഷാണ്, അമ്മ വലിയ സെൽഫിഷാണ്, അതുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. ലവ് ഇല്ലെങ്കിൽ അങ്ങനെ കുട്ടികൾ അത് കുട്ടികളെ സ്പോയിൽ ചെയ്യാൻ സാധ്യത. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ അതിനുള്ളിൽ സ്നേഹം ഉണ്ടാകണമെന്ന്. സ്നേഹത്തോടെയുള്ള ശിക്ഷണം വളരെ പ്രധാനമാണ്. സ്നേഹത്തോടെയുള്ള ശിക്ഷണം. ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നതും അവന് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും സ്നേഹത്തോടെയാണെന്ന് അവന് തോന്നണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ. ഒരു കുട്ടിയെ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ അനുസരണക്കേട് കാട്ടിയത് കൊണ്ട് ശിക്ഷിച്ചാൽ അവനത് മനസ്സിലാകണം. എന്നെ ശിക്ഷിക്കുന്നതിന്റെ കാരണം അപ്പൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സ്നേഹിക്കുന്ന അപ്പൻ ശിക്ഷിച്ചു വളർത്തുന്നു എന്നാണല്ലോ ദൈവവചനത്തിൽ നമ്മൾ വായിക്കും. അപ്പോൾ ഡിസിപ്ലിനകത്ത് ഒരു സ്നേഹം ഉണ്ടാകണമെന്ന് ഓർത്തിരിക്കും. രണ്ടാമതായി ആ ബുള്ളറ്റ് പോയിന്റ് നോക്കുക. ഡിസിപ്ലിൻ വിതൗട്ട് ലവ് ലീഡ്സ് ടു റിസെന്റ്മെന്റ് ആൻഡ് ഹോസ്റ്റിലിറ്റി. ലവ് ഇല്ലാത്ത ഡിസിപ്ലിൻ ആണെങ്കിൽ കുട്ടി റിസെന്റ്മെന്റ് ആവും, ഹോസ്റ്റിലിറ്റിയും ഉള്ളവനാകും, പ്രതിരോധിക്കുന്നവനാകും. വിത്തൗട്ട് ലവ് ആണ്. അപ്പൊ ഡിസിപ്ലിനകത്ത് ലവ് വേണം. ലവോട് കൂടി ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് തിമോത്തിയുടെ ടെക്സ്റ്റ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളെ അനുസരണത്തിൽ പരിപാലിക്കുക എന്നത് അപ്പനമ്മമാരുടെ കർത്തവ്യമാണ്. അതാണ് തിമോത്തിയുടെ ടെക്സ്റ്റിൽ നമ്മൾ കാണുന്നത്. എന്താണ്? കുട്ടികളെ അനുസരണത്തോടെ പരിപാലിക്കുക എന്നത്. അല്ലെങ്കിൽ ആളുകൾ ചോദിക്കും, നാട്ടുകാർ ചോദിക്കും, ഇവൻ എവിടാടാ വളർത്തിയത്? അയ്യോ, ഇവന്റെ അപ്പനെ അമ്മയെ സ്തുതിക്കണമെന്ന് പറയും. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഉരുവാക്കരുത്. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളായി തീരുകയും ചെയ്യും കുട്ടികൾ. രണ്ടാമത്തെ ടെക്സ്റ്റ് എഫേഷ്യൻസിൽ നിന്ന് 6:1-4 ആണ്. പക്ഷെ അത്രയും നമുക്ക് വായിക്കാനായിട്ട് സമയമില്ല, അതിന്റെ ആവശ്യവും ഇല്ല. നിങ്ങൾക്ക് ഇപ്പോൾ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും അത് വായിച്ചാലും മതി. 6:1-4 വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 4-ാമത്തെ വാക്യത്തിലാണ്. പിതാക്കന്മാരെ, അവിടെ മാതാക്കളെ എന്നും കൂടെ നിങ്ങൾക്ക് വായിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളെ എന്ന് വായിക്കാം. 4-ാമത്തെ വാക്യത്തിൽ
മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും വളർത്തും. അപ്പോൾ അവിടെ ഒരു പ്രിവെന്റീവ് ഡിസിപ്ലിനെ കുറിച്ചാണ് പറയുന്നത്. പ്രിവെന്റീവ്, ആദ്യത്തെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കറക്റ്റീവ് ഡിസിപ്ലിൻ, അതായത് അനുസരണത്തിൽ പരിപാലിക്കുക എന്നുള്ളത് കറക്റ്റീവ് ഡിസിപ്ലിൻ ആണ്. 2 ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ ആണ് ബൈബിൾ പറയുന്നത്. 2 ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് there is a balance. We should possess a corrective discipline and a preventive discipline. നമുക്കൊരു കറക്റ്റീവ് ഡിസിപ്ലിനും വേണം, പ്രിവെന്റീവ് ഡിസിപ്ലിനും വേണം. കറക്റ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ അവനെ കറക്റ്റ് ചെയ്യുക, അതാണ് ആദ്യം പറയുക, ഇൻസ്ട്രക്ഷൻ. മറ്റൊന്ന് പ്രിവെന്റീവ് ഡിസിപ്ലിനാണ്. എന്തെങ്കിലും പ്രശ്നം വരുന്നതിന് മുമ്പ് അവനെ തടയുക, അവനോട് പറഞ്ഞു കൊടുക്കുക, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക. സോ ഡിസിപ്ലിന് 2 തലങ്ങളാണ്, ഒന്ന് കറക്ഷനും ഒന്ന് പ്രിവെൻഷനും. അപ്പൊ അതാണ് ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്ന 2 ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ, ഒന്ന് കറക്ഷനും ഒന്ന് പ്രിവെൻഷനും. അപ്പൊ കറക്റ്റീവ് ഡിസിപ്ലിൻ ആൻഡ് പ്രിവെന്റീവ് ഡിസിപ്ലിൻ. ഇതിനോട് ചേർന്ന് ഈ ഡിസിപ്ലിനെ കുറിച്ചും മോഡൽ ലൈഫിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റുകൾ കാണുന്നത് വിസ്ഡം ലിറ്ററേച്ചറിലാണ്. വിസ്ഡം ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ സാം വിസ്ഡം ലിറ്ററേച്ചർ ആണ്, പ്രൊവേർബ്സ് വിസ്ഡം ലിറ്ററേച്ചർ, സോങ്സ് ഓഫ് സോളമൻ വിസ്ഡം ലിറ്ററേച്ചർ, ഇതൊക്കെയാണ് വിസ്ഡം ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. വിസ്ഡം ലിറ്ററേച്ചറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് പ്രൊവേർബ്സ്. പ്രൊവേർബ്സിൽ നിന്ന് 3 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരിക. പ്രൊവേർബ്സിൽ നിന്ന് 3 വാക്യങ്ങൾ. അത് എടുക്കാനൊരു കാരണം, അത് നമുക്ക് ചില വിസ്ഡം തരുന്നു എന്നുള്ളതാണ്, ചില വിസ്ഡം അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തരുന്നു. എന്താണ് പ്രൊവേർബ്സ് ഈ ഡിസിപ്ലിനെ കുറിച്ച് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രൊവേർബ്സിന്റെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ വായന ഇങ്ങനെയാണ്. 29-ാം അധ്യായം 15-ാമത്തെ വാക്യം. The rod and the reproof give wisdom, but a child who gets his own way brings shame to his mother. മലയാളത്തിൽ ഇങ്ങനെയാണ്: വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു, തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തും. അപ്പോൾ റോഡ് ആൻഡ് റീപ്രൂഫ്, അത് രണ്ടും വിസ്ഡം തരുന്നു എന്നാണ് വിസ്ഡം ലിറ്ററേച്ചർ പറയുന്നത്. എന്തൊക്കെയാണ് റോഡ് ആൻഡ് റീപ്രൂഫ്? വടിയും ശാസനയും. ഒരു കുട്ടിക്ക് വിസ്ഡം നൽകാൻ ഏറ്റവും നല്ല 2 കാര്യങ്ങളായിട്ട് വടിയും ശാസനയും. ഇത് കൊടുക്കാതെ വന്നാലോ അതിന്റെ പ്രശ്നം എന്താണ്? അത് കൊടുക്കാതെ വന്നാൽ തന്നിഷ്ടത്തിന് കുട്ടിയാകും എന്നുള്ളത്. ഇഷ്ടം പോലെ അവന് ഇഷ്ടമുള്ള അനുസരിച്ച് പോകും. അത് നമുക്ക് എന്ത് കൊണ്ടുതരുന്നു എന്നാണ് പറയാ? ലജ്ജ കൊണ്ടുതരും. ഇപ്പൊ റോഡും റീപ്രൂഫും കൊടുക്കാതെ കുട്ടി തന്നിഷ്ടത്തിന് വളർന്നാൽ കിട്ടുന്നത് ലജ്ജയായിരിക്കും എന്നാണ് വിസ്ഡം ലിറ്ററേച്ചറിന്റെ ഒരു ഉപദേശം. നമ്പർ 2, പ്രൊവേർബ്സിൽ തന്നെ 29:17 നോക്കുക. കറക്റ്റ് യുവർ സൺ, അവിടെ സ്ലാഷ് ഇട്ടിട്ട് ഡോട്ടർ എന്നും വായിക്കാം. കറക്റ്റ് യുവർ ചിൽഡ്രൻ ആൻഡ് ദേ വിൽ ഗിവ് യു കംഫർട്ട്, ദേ വിൽ ഓൾസോ ഡിലൈറ്റ് യുവർ സോൾ. അതിന്റെ മലയാളം ഇങ്ങനെയാണ്: നിന്റെ മക്കളെ ശിക്ഷിക്കാം, അവർ നിനക്ക് ആശ്വാസമായി. സോ കറക്ഷൻ വളരെ പ്രധാനമാണ്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രിവെൻഷനും ഉണ്ട് കറക്ഷനും ഉണ്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു അല്ലേ? അപ്പോൾ എന്നതുപോലെ കംഫർട്ട് ഭാവിയിൽ കിട്ടണമെങ്കിൽ കറക്ഷൻ വളരെ പ്രധാനമാണ്. എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന കുട്ടികൾ നല്ലതാകണമെന്നും ആണല്ലോ, കുട്ടികൾ തങ്ങളെ അന്വേഷിക്കണമെന്നും നോക്കണമെന്നും ഒക്കെ ആണല്ലോ. ഹാവ് യു എവർ കറക്റ്റ് യുവർ ചൈൽഡ് എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ് പ്രധാനമായി. 3-മതൊരു ടെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് 22:15 ആണ്. ഇതേ പുസ്തകത്തിൽ തന്നെ വിസ്ഡം ലിറ്ററേച്ചറായ പ്രൊവേർബ്സിൽ നിന്നും 22:15. ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും. ബേസിക്കലി കുട്ടികളുടെ ഉള്ളിൽ ഒരു ഫൂളിഷ്നെസ് ഉണ്ടെന്നാണ് ഈ സദൃശ്യവാക്യങ്ങൾ ഈ കാണുന്നത്. കുട്ടികളുടെ ഉള്ളിൽ ഒരു ഫൂളിഷ്നെസ് ഉണ്ട്. നമുക്കറിയാം, കുട്ടി ഓരോന്നൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പോഷത്വമാണ് അല്ലെ? പോഷത്വത്തിൽ നിന്നാണ് കുട്ടി പലപ്പോഴും അമ്മയ്ക്കെതിരെ കയർക്കുന്നത്, അപ്പനെ വഴക്ക് പറയുന്നത്, അല്ലെങ്കിൽ മുതിർന്നവരെ ബഹുമാനിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മൃഗം വഴിയിൽ കണ്ടാൽ അതിനെ കല്ലെറിയുന്നത് വെറുതെ ആവശ്യമില്ല.
അല്ലെങ്കിൽ വീട്ടിൽ വല്ലാണ്ട് നിർബന്ധ ബുദ്ധിക്കാരനായിട്ട് ഇതൊക്കെ പോഷത്വത്തിൽ നിന്ന് വരുന്നതാണ്, ഫൂളിഷ്നെസ് നിന്ന്. അവിടെ ഡിസിപ്ലിൻ വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ്? ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള ഫൂളിഷ്നെസ്സിനെ മാറ്റാനായിട്ട്, റിമൂവ് ചെയ്യാനായിട്ട് ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞു വെക്കാനായിട്ടാണ് ഞാൻ ഈ ഭാഗത്ത് സമയം എടുക്കുന്നത്. സോ പ്രൊവേർബ്സ് അല്ലെങ്കിൽ വിസ്ഡം ലിറ്ററേച്ചറിന്റെ പൊതുവിലുള്ള ധാരണ ഡിസിപ്ലിൻ വളരെ അനിവാര്യമാണ് എന്നതാണ്. ഇനി ഞാൻ തിമോത്തിയിൽ നിന്നൊരു ടെക്സ്റ്റ് എടുക്കും. തിമോത്തിയിൽ നിന്നും ഞാൻ ഇതുവരെ പറയാത്തൊരു ടെക്സ്റ്റ്, 2 തിമോത്തി 3:10 മുതൽ 11 വരെയുള്ള വേദം. 2 തിമോത്തി 3:10 മുതൽ 11 വരെയുള്ള വേദം. പോള് തിമോത്തിയോട് സംസാരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ പോള് പറയുന്നുണ്ട്. അതിൽ പോള് പറയുന്ന ഒരു 9 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ലൈഫിലും പ്രധാനമാണെന്ന് തോന്നുന്നു. 9 കാര്യങ്ങൾ. സോ അതിനെ ഞാൻ 9 നമ്പേഴ്സ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു എഫക്റ്റീവ് പേരന്റിങ്ങിൽ വളരെ പ്രധാനമായ 9 കാര്യങ്ങൾ എന്നുള്ള നിലയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പോള് തിമോത്തിയെ വിളിക്കുന്നത് ക്രിസ്തുവിൽ നിജപുത്രൻ എന്ന്, അങ്ങനെയല്ലേ വിളിക്കുന്നത്? ക്രിസ്തുവിൽ നിജപുത്രനായ തിമോത്തിയോസ് എന്നാണ് പോൾ അഭിസംബോധന. പോൾ ഈസ് കൺസിഡറിങ് തിമോത്തി ഹിസ് സൺ. അവന്റെ മോനെ പോലെയാണ്. പോള് അവനെ കണ്ടത് അങ്ങനെയാണ്. വിശ്വാസത്തിൽ നിജപുത്രൻ, വിശ്വാസത്തിൽ ജനിച്ച പുത്രൻ എന്നൊക്കെ തിമോത്തിയെ കുറിച്ച് പോള് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു അപ്പനും മകനുമായിട്ടുള്ള സ്നേഹബന്ധം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പൻ എന്ന നിലയിൽ പോള് തിമോത്തി ഉപദേശിക്കുന്ന 9 കൂട്ടം കാര്യം. നമ്പർ 1, നീ എന്തൊക്കെ നോക്കണം? നീയോ എൻ്റെ ഉപദേശം, എൻ്റെ നടപ്പ്, എൻ്റെ ഉദ്ദേശം, എൻ്റെ വിശ്വാസം, എൻ്റെ ദീർഘക്ഷമ, എൻ്റെ സ്നേഹം, എൻ്റെ സഹിഷ്ണുത എന്നിവ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. 11-ാം വാക്യത്തിൽ എൻ്റെ ഉപദ്രവവും എൻ്റെ കഷ്ടാനും. അപ്പോൾ 9 കാര്യങ്ങൾ തിമോത്തിയെ പോള് റിമൈൻഡ് ചെയ്യുക. 1, എൻ്റെ ടീച്ചിങ്, എൻ്റെ ഉപദേശം നിനക്കറിയാം. നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ഉപദേശിക്കുന്നതെന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കുക. ഉപദേശിക്കുന്ന രീതിയിലാണോ നമ്മളെ കുട്ടികളെ വളർത്തുന്നതെന്നും നമ്മുടെ പേരന്റിങ് പോകുന്നതെന്നും വ്യക്തമായി ആലോചിക്കുക. പോള് പറയുകയാണ്, എൻ്റെ ഉപദേശം നിനക്ക് അറിയാമല്ലോ, ഞാൻ എന്തെല്ലാം നിന്നോട് ഉപദേശിച്ച് തന്നിരിക്കുന്നത് നിനക്ക് വ്യക്തതയുണ്ടല്ലോ. സോ be understandable and be firm what all we teach our children. നമ്മുടെ കുട്ടികളെ എന്തൊക്കെ ടീച്ച് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കുക. എവിടെയെങ്കിലും പെശകുകൾ ഉണ്ടെങ്കിൽ തിരുത്തുക. അത് വളരെ പ്രധാനമാണ്. ഉപദേശിക്കുക, ഞാൻ മുമ്പേയും സൂചിപ്പിച്ചു ഡയറക്ഷനെ. ഉപദേശിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മള് വീട്ടിൽ ഉപദേശം നൽകിയില്ലെങ്കിൽ പിന്നെ ആരാണ് നൽകുന്നതെന്നുള്ള ചോദ്യം. നമ്മളല്ല ഉപദേശം നൽകുന്നതെങ്കിൽ, നല്ല ഉപദേശമല്ല കുട്ടികൾ കിട്ടുന്നതെങ്കിൽ, നല്ല ഉപദേശങ്ങൾ നൽകുന്നത് നമ്മൾ പരാജയപ്പെട്ടാൽ കുട്ടികളുടെ സാമൂഹ്യ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. അപ്പോൾ നമ്മുടെ ടീച്ചിങ് വളരെ പ്രധാനമാണ്. നമ്പർ 2, നമ്മുടെ കണ്ടക്ട് എങ്ങനെയാണ്? SSLC ഒക്കെ പാസ്സാകുന്ന സമയത്ത് സ്കൂളിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ്, ക്യാരക്ടർ ആൻഡ് കണ്ടക്ട് ഇസ് ഗുഡ്. അവന്റെ സ്വഭാവവും അവന്റെ പെരുമാറ്റവും നല്ലതാണ്, അതാണ് എഴുതി കൊടുക്കാറ്. അത് ഫോർ അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ എഴുതി കൊടുക്കുന്നത്. ഇവനായിരിക്കും ക്ലാസ്സിലെ ഏറ്റവും വലിയ വില്ലൻ, ഇവനായിരിക്കും കോപ്പിയടി വീരൻ. ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളും ഉണ്ടല്ലോ അതിനകത്ത്. പക്ഷെ എവിടെയെങ്കിലും ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൽ ഏതെങ്കിലും പ്രധാന അധ്യാപകർ എഴുതാറുണ്ടോ ഇവൻ കോപ്പിയടി വീരനാണ് എന്ന്? എഴുതാറുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ഇല്ല. സോ കണ്ടക്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. നമ്മുടെ ക്യാരക്ടർ ആൻഡ് കണ്ടക്ട് എങ്ങനെയാണെന്നുള്ളത് പോള് പറയുകയാണ്, എൻ്റെ നടപ്പ് എങ്ങനെയാണെന്ന് നീ നോക്കുക. പേരന്റിങ്ങിൽ നമ്മുടെ നടപ്പ് വളരെ പ്രധാനമാണ്. നമ്മളുടെ നടപ്പ് പേരന്റിങ്ങിൽ വളരെ പ്രധാനമാണെന്ന് ഓർക്കുക. നമ്പർ 3, എയിം ഇൻ ലൈഫ്. അവിടെ നമ്പർ 3-യിൽ കാണുന്നത് ഉദ്ദേശം, എൻ്റെ ജീവിതത്തിന്റെ ഉദ്ദേശങ്ങൾ. ഒരു പേരന്റ് എന്ന നിലയിൽ എൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് കുട്ടി എന്നിൽ നിന്ന് പഠിക്കണം, എന്നിൽ നിന്ന് മനസ്സിലാക്കും. നമ്പർ 4, ഫെയ്ത്ത്. എൻ്റെ വിശ്വാസം കുട്ടിയെ അനുകരിക്കണം. അത് സത്യത്തില് തിമോത്തിയെ കുറിച്ച് പോളും പറയുന്നു.
നിന്റെ അമ്മയിലും വലിയമ്മയിലും ഉള്ള വിശ്വാസം നിന്നിലും ഉണ്ടല്ലോ എന്ന് തിമോത്തിയെ കുറിച്ച് പുകഴ്ത്തി പോൾ പറയുന്നു. സോ ഫെയ്ത്ത് വളരെ പ്രധാനമാണ്. നമ്പർ 5 പേഷ്യൻസ് ആണ്. പേഷ്യൻസ്, ദീർഘക്ഷമ എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു അപ്പനും അമ്മയും പ്രദർശിപ്പിക്കുന്ന ദീർഘക്ഷമ മകൻ കാണട്ടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 6 സ്നേഹം. അപ്പന്റെ അമ്മയുടെ ഇടയിലുള്ള സ്നേഹം കുട്ടി മനസ്സിലാക്കി തീർച്ചയായിട്ടും കുട്ടിയുടെ ഉള്ളിലും അപ്പനും അമ്മയും പ്രദർശിപ്പിച്ച സ്നേഹത്തിന്റെ മൂല്യം എപ്പോഴും നിലനിൽക്കും. നമ്പർ 7 സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ആണ്, സഹിഷ്ണുത. കോവിഡ് വന്നു, പ്രതിസന്ധികളിലായി, ഫീസ് അടയ്ക്കാൻ നിർവാഹമില്ല, വീട്ടുവാടക കൊടുത്തിട്ടില്ല, ഒത്തിരി കടമുണ്ട്, പല EMIയും പെൻഡിങ്. ബട്ട് കുഞ്ഞുങ്ങൾ കാണട്ടെ എങ്ങനെയാണ് നമ്മൾ സ്റ്റെഡ്ഫാസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ സഹിഷ്ണുതയോടെ നിലനിൽക്കുന്നതെന്ന് കുഞ്ഞുങ്ങൾ കാണട്ടെ. വളരെ പ്രധാനമാണ്. 8 പെർസിക്യൂഷൻസ് ആണ്. ഓഫീസിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. എൻ്റെ ബോസ് എന്നെ വല്ലാണ്ട് ശാസിക്കും. എൻ്റെ ബോസ് എന്നോട് പറഞ്ഞു, അടുത്ത ആഴ്ച തൊട്ട് നിന്റെ പെർഫോമൻസ് നല്ലതല്ലെങ്കിൽ നിന്റെ ശമ്പളം കൂട്ടിത്തരത്തില്ല, നിനക്ക് ഇൻക്രിമെന്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് വീട്ടിൽ പെർസിക്യൂഷൻസിന്റെ ഒക്കെ ഇടയിലും ഞാൻ എങ്ങനെയാണ് വീട്ടിൽ ബിഹേവ് ചെയ്യുന്നത് എൻ്റെ കുട്ടി അറിയാം. ഒത്തിരി പെർസിക്യൂഷൻസ് പോള് സഹിച്ചതാണ്. പോള് തീമോത്തിയോട് പറയുന്നുണ്ട്. പോൾ സഹിച്ചത് ബോസന്മാരുടെ അടുത്ത് നിന്നുള്ള പെർസിക്യൂഷൻ അല്ല, അറിയാം. അത് ഗ്രീക്സിന്റെ ഇടയിൽ നിന്നുണ്ടായിരുന്നു, അത് ജ്യൂസിന്റെ ഇടയിൽ നിന്നുണ്ടായിരുന്നു. സോ മെനി ടൈപ്സ് ഓഫ് പെർസിക്യൂഷൻസ് പോള് അനുഭവിച്ചു. പക്ഷെ തീമോത്തിക്ക് നിശ്ചയമുണ്ട് ആ പെർസിക്യൂഷൻസ് എന്താണ്. നമ്പർ 9 സഫറിങ്. എന്തെല്ലാം സഫറിങ്ങിലൂടെ എൻ്റെ ജീവിതം പോകുന്നു എന്ന് കുട്ടി മനസ്സിലാക്കട്ടെ. നമുക്കൊക്കെ ഞാനും നിങ്ങൾ ബഹുഭൂരിപക്ഷ ആളുകളൊക്കെ മേ ബി ഒരു 70s-ലോ 80s-ലോ ഒക്കെ ജനിച്ചവരായിരിക്കും. നമുക്കറിയായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ സഫറിങ്സ് എന്താണ് കൃത്യമായിട്ട്. നമ്മുടെ പേരൻസിന്റെ സഫറിങ്സ് അറിയാം. ഇന്നത്തെ കുട്ടികൾ പേരൻസിന്റെ സഫറിങ്സ് അറിയുന്നില്ല എന്നുള്ളതാണ് കുട്ടികൾക്ക് വന്നുപോയ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ എന്തെല്ലാം സഫറിങ്ങിലൂടെ പോകുന്നു എന്ന് കുട്ടികൾ അറിയണം, കൃത്യമായിട്ട് അറിയണം. ഇല്ല എങ്കിൽ അപ്പ എപ്പ കാശ് ചോദിച്ചാലും തരുന്ന അപ്പനാണ്, അമ്മ എന്ത് ഡിമാൻഡ് ചെയ്താലും അമ്മ വാങ്ങിച്ചിരുന്ന അമ്മയാണ്, ഞാൻ എന്താവശ്യപ്പെട്ടാലും എൻ്റെ അപ്പ എനിക്ക് വാങ്ങിച്ചു തരുമോ. അത് സെൽഫോൺ ആകട്ടെ, സ്മാർട്ട് ഫോൺ ആകട്ടെ, അതെന്തേലും ആയിക്കോട്ടെ, അതെല്ലാം എനിക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു അപ്പനും അമ്മയും തരുന്ന അപ്പനും അമ്മയാണെന്ന് കുട്ടി മനസ്സിലാക്കാം. എൻ്റെ സഫറിങ് എൻ്റെ കുട്ടി അറിഞ്ഞിരിക്കണം. സോ തീമോത്തിയോട് 9 കൂട്ടം കാര്യങ്ങൾ പോൾ പറഞ്ഞു. ടീച്ചിങ്, കണ്ടക്ട്, എയിം ഇൻ ലൈഫ്, ഫെയ്ത്ത്, പേഷ്യൻസ്, ലവ്, സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, പെർസിക്യൂഷൻസ്. ഒടുവിലായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ 7 കൂട്ടം കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന 7 കാര്യങ്ങൾ. ഒരു പേരന്റ് എന്ന നിലയിൽ, പേരൻസ് എന്ന നിലയിൽ കുട്ടികളെ യാതൊരു തരത്തിലും ഹ്യൂമിലിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത് തന്നെയാണ് എൻകറേജ്മെന്റ് എന്നുള്ള ഭാഗം. ഹ്യൂമിലിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഭാഷ കൊണ്ടോ സംസാരം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടോ ഹ്യൂമിലിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമ്പർ 2, നിങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നോ സ്റ്റഡീസിൽ നിന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മളൊക്കെ സ്കൂളിൽ പെർഫെക്റ്റ് ആയിരുന്നു. നമ്മൾ എപ്പോഴും പെർഫെക്ഷനിസം ആഗ്രഹിക്കുന്നവരാണ് പേരൻസ്. കുട്ടികൾ അത്രത്തോളം പെർഫെക്ഷനിസം ചിലപ്പോൾ കാണിച്ചെന്ന് വരത്തില്ല. അപ്പൊ ഈ പെർഫെക്ഷനിസം ഒരു പ്രശ്നമാണ്. കുട്ടികൾ ചെയ്യട്ടെ, പെർഫെക്ഷനിസം വേണോ എന്നുള്ള കാരണത്താൽ കുട്ടികൾ ഫ്രസ്ട്രേറ്റഡ് ആവാനായിട്ട് പാടില്ല, ഒരിക്കലും പാടില്ല. പെർഫെക്ഷനിസം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കുട്ടി കാണുന്നില്ല. ചെറിയ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എൻ്റെ മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുക. അവള് ഇംഗ്ലീഷും ഇവിടെ ഹിന്ദിയൊക്കെ എഴുതുന്നുണ്ട്. മറാത്തി ഇവിടെ മസ്റ്റാണ്. സോ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്ന പോലെ വടിവത്തോ അക്ഷരങ്ങളിലൊന്നും എഴുതാൻ കുട്ടികൾക്ക് കഴിയില്ല. കാരണം കൈയൊക്കെ വഴങ്ങി വരും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കൈ വഴങ്ങി വരാൻ ഏറ്റവും നല്ലത് എഴുതിപ്പിക്കുക എന്നുള്ളതാണ്. കൈ വഴങ്ങുക, സ്റ്റിഫാണ് നമ്മുടെ കുട്ടികളുടെ കൈകൾ. എന്തുകൊണ്ടാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ കയ്യിൽ നിന്ന് ഊർന്നു പോകുന്നതും താഴെ വീഴുന്നതും? കാരണം കുട്ടികളുടെ കൈ നമ്മളുടെ കൈ വഴങ്ങുന്നത് പോലെ വഴങ്ങുന്നില്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ അവർ മനഃപൂർവ്വം കളയുന്നതല്ല. ഒരു
ഒരല്പം ചോറെടുത്തു വായിലേക്ക് വെച്ചപ്പോൾ കുറച്ചേറെ താഴെ പോയി. കാരണം കൈ വഴങ്ങുന്നില്ല. കൈ വഴങ്ങി വരണം. സ്റ്റിഫായിട്ടുള്ള കൈ വഴങ്ങി വരണം. ഇതിലെ മസിലുകള്, ഇതിലെ ഞരമ്പുകൾ, ഇതെല്ലാം വഴങ്ങി വരണം. സോ പെർഫെക്ഷനിസം നമ്മുടെ കണ്ണുകളിലൂടെയാണ് പെർഫെക്ഷനിസം നമ്മൾ പറയും ഞാൻ എഴുതുന്ന പോലെ എഴുതും എന്ന് പറയുന്നത്. അങ്ങനെ വരാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? തല്ലും, വഴക്ക് പറയും. നോ, പെർഫെക്ഷനിസം എപ്പോഴും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം. പെർഫെക്ഷനിസം കുട്ടികളുടെ ഉള്ളിൽ സ്കെയർ ആകാനായിട്ട്, അനോയിന്റഡ് ആകാൻ, ഫ്രസ്ട്രേറ്റഡ് ആകാനായിട്ട് ഇടയാകും. നമ്പർ 3, വിഡ്രോവൽ. നമുക്ക് ഈ എപ്പോഴും ഒരു അഫെക്ഷൻ കുട്ടികളോട് എപ്പോഴും ഒരു പെർഫോമൻസ് വന്നു. ആ പെർഫോമൻസ് വന്നപ്പോൾ ഒരു അഫെക്ഷനേറ്റ് ആയിട്ട് കുട്ടിയോട് സംസാരിക്കാൻ, ആ കുട്ടിക്ക് ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി തോന്നാനായിട്ട് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വിഡ്രോവൽ സിൻഡ്രം ഉണ്ടാകാൻ പാടില്ല. വിഡ്രോവൽ വരരുത്. നമ്മൾ അവരെ എന്താ പറയാ, ആദരിക്കേണ്ടുന്നിടത്ത് അവർക്ക് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കേണ്ടിടത്ത് പറഞ്ഞു കൊടുക്കാൻ ഒത്തിരി ദാരിദ്ര്യം കാണിക്കും. വിഡ്രോവൽ പാടില്ല ഒരു കാരണവശാലും. 4, കമ്പാരിസൺ ആണ്. ബഹുഭൂരിപക്ഷം പേരൻസിന്റെ ഇടയിലുള്ള ഒരു രീതിയാണ് കമ്പാരിസൺ. കമ്പയർ ചെയ്യുന്നത് ഒപ്പം പഠിക്കുന്നവരുമായിട്ടോ, ഒപ്പം പള്ളിയിൽ വരുന്ന ഫാമിലിയുമായിട്ടോ, അല്ലെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളും ഒക്കെ ആയിട്ടായിരിക്കും കമ്പാരിസൺ വരുന്നത്. കമ്പാരിസൺ കുട്ടികളുടെ ഇടയിലുള്ള മോട്ടിവേഷനെ തകർക്കും, സെൽഫ് എസ്റ്റീമിനെ തകർക്കും. അതുകൊണ്ട് കമ്പാരിസൺ പാടില്ല. കുട്ടികളുടേതായിട്ടുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ അവരെ എപ്പോഴും അവരുടെ പുറകെ പ്രോത്സാഹനം നൽകി നിൽക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായി കമ്പയറിങ് വൺ ചൈൽഡ് വിത്ത് അനദർ ഉണ്ടാകാനായിട്ട് പാടില്ല. 5-ാമതായിട്ട് പറയുന്നത് നാഗിങ് ആണ്. അതായത് കാലവും സമയവും ഒന്നും നോക്കാതെ നമ്മൾ പറയുന്ന ഒരു തരം നെഗറ്റീവ് വാക്കുകൾ, ക്രിറ്റിസിസം. ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ പ്രൈവസിയിൽ അല്ലെങ്കിൽ മാറി നിന്ന് അല്ലെങ്കിൽ അവനെ മാറ്റി പറയാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഇൻസ്റ്റെഡ് ഓഫ് ക്രിട്ടിസൈസിങ്, ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് എനിത്തിങ് അറ്റ് ദ മൊമെന്റ്, നാഗിങ് ഒഴിവാക്കും. ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചു ബ്രൈബിങ്. റിവാർഡ്സ് നല്ലതാണ്, പക്ഷെ അത് ബ്രൈബായിട്ട് മാറരുത്, അത് മിസ്യൂസ് ചെയ്യപ്പെടും. അവസാനമായി ആങ്കർ ആണ്. ആങ്കർ നിയന്ത്രിക്കുകയാണ്. ഇന്നലെ അത് കേട്ടെന്നാണ് എന്റെ വിചാരം, ആങ്കർ മാനേജ്മെന്റിനെ. ആങ്കർ വളരെ പ്രധാനമായി നിയന്ത്രിക്കേണ്ടുന്ന ഒരു ഘടകം. സെൽഫ് കൺട്രോൾ എപ്പോഴും വേണം കുട്ടികളുമായിട്ട് പെരുമാറുമ്പോൾ, വളരെ പ്രധാനമാണ്. ആങ്കറിന്റെ കാര്യത്തിൽ നമ്മളൊക്കെ ഏതാണ്ടൊക്കെ ഒരേ തരത്തിൽ പ്രതികരിക്കുന്നവരാവാം. എനിക്കൊരല്പം ദേഷ്യം കൂടുതലുള്ള മനുഷ്യനാണ്. സാധാരണ ഗതിയിൽ ഞാൻ ദേഷ്യപ്പെടുമ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്ന അറിയാത്ത തരത്തിൽ എനിക്ക് ചിലപ്പോൾ ദേഷ്യം. ചില സന്ദർഭങ്ങളിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ചില സന്ദർഭങ്ങളിൽ പറ്റാതെയും വരും. ആങ്കർ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഇമോഷൻ ആങ്കർ. സോ ഈ 7 കൂട്ടം കാര്യങ്ങൾ ഒഴിവാക്കുന്ന. ഈ 2 മോഡൽ പാരന്റിങ് ഫാമിലിയെ ഞാൻ പരിചയപ്പെടുത്തുന്നു. നമുക്കറിയാവുന്ന ആളുകൾ തന്നെയാണ്. ഹന്ന ആൻഡ് എൽക്കന, മേരി ആൻഡ് ജോസഫ്. ഹന്നയെ നമുക്കറിയാം, കുട്ടികളില്ലാതെ ഒരു കുട്ടി ജനിച്ചു. അപ്പൊ അവള് പ്രാർത്ഥിച്ച് കിട്ടിയതാണ്. അപ്പൊ കുട്ടികളില്ലാത്ത സമയത്തും പള്ളിയിൽ പോവായിരുന്നു, കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോഴും പള്ളിയിൽ പോവായിരുന്നു. ഞാനിങ്ങനെ ബൈബിള് പരിശോധിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഹന്ന മാത്രമേ പള്ളിയിൽ പോയുള്ളെന്നായിരുന്നു എന്റെ വിചാരം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹന്ന മാത്രമല്ല, ഭർത്താവായ എൽക്കാനയും കൂടെ പള്ളിയിൽ അവളോടൊപ്പം കുട്ടിയെയും കൊണ്ട് പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഹിയർ മൈ ചൈൽഡ് ഐ പ്രേഡ് ഫോർ. ഇതാ ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ മകൻ. ഞാൻ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിച്ച എൻ്റെ ഒരു നല്ല മോഡൽ പാരന്റിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കുട്ടികളുമായിട്ട് ദൈവാലയ കാര്യങ്ങളിൽ ഇടപെടാൻ നമുക്ക് കഴിയില്ല. എന്തൊക്കെ പറയാം, നീ മുമ്പേ പോകും, ഞാൻ പുറകെ വരാം, അല്ലേ? നീ വാതിലടച്ചിട്ട് പോരെ, അല്ലെ കഥവ് കൂട്ടിയിട്ട് പോരെ, ഞാൻ പോവുക. കുട്ടിയോട് പറയും, എടാ എങ്ങും പോകരുത്, പുറത്തൊക്കെ ശ്രദ്ധിക്കണം, ടീ വെച്ചിട്ട് ഇവിടെ ഇരുന്നോ, എങ്ങും പോകരുത്, ആരെങ്കിലും പുറത്തുകൂടെ വന്നെന്തെങ്കിലും എടുത്തോണ്ട് പോകുന്നുണ്ടോ നോക്കണം, എങ്ങും പോകരുത്, ഇവിടെ ഇരുന്നോ. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പോകുന്ന വഴികളിൽ, പ്രത്യേകിച്ച് ദൈവാലയം, കൊണ്ടുപോകേണ്ടത് വളരെ ആവശ്യമാണ്. അതിലൊരു മോഡലാണ് ഹന്ന ആൻഡ് എൽക്കാന.
ഹിയർ മൈ സൺ ഫോർ ഐ പ്രേഡ് എന്നാണ് ഹന്ന പറയുന്നത്. ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ മകൻ ഇതാ എന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയെയും കൊണ്ട് ദേവാലയത്തിലേക്ക് അപ്പനും അമ്മയും പോകുന്നു. നമ്മൾ ഒടുവില് 2-ാം അധ്യായം 11-ാം വാക്യം ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 2-ന്റെ 11-ലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് എൽക്കാന തിരിച്ചു വീട്ടിലേക്ക്, ഹന്നയും ആ കൂട്ടത്തിൽ പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം കുട്ടിയെ സമർപ്പിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം എൽക്കാനയും ഹന്നയും കൂടെ തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ്. ഹിയർ മൈ സൺ ഫോർ ഐ പ്രേഡ്. നമ്പർ 2 നമുക്കറിയാവുന്ന മേരി ആൻഡ് ജോസഫ്. മേരി ആൻഡ് ജോസഫ് അവർ രണ്ടുപേരും പള്ളിയിൽ ഒരുമിച്ചാണ് പോകുന്നത്. കുട്ടിയെയും കൊണ്ട് പോവുകയാണ്. ആ കുട്ടി യേശുവാണ്. പള്ളിയിലേക്ക് ഒരുമിച്ച് പോകുന്നു. പള്ളിയിലെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരാളെ പോലെയാണ് ജീസസിനെ നമ്മൾ കാണുന്നത്. മേരിയുടെയും ജോസഫിന്റെയും മകനായ ജീസസ് പള്ളിയിലെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യും. അന്നയുടെയും എൽക്കാനയുടെയും മകനായ സാമുവല് ഒരു നല്ല പ്രവാചകനായി. ഞാൻ എൻ്റെ പ്രസന്റേഷന്റെ അവസാന ഭാഗത്തേക്ക് വരികയും, കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികൾ വീടുകളിൽ കൂടുതലായിട്ട് ഇരുന്നത് കൊണ്ട് ഉണ്ടായ ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞു കുട്ടികളുടെ ഓൺലൈൻ രീതിയിലുള്ള എഡ്യൂക്കേഷൻ. പണ്ട് മൊബൈൽ ഉപയോഗിക്കരുതെടാ, നീ എപ്പോഴും മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയാണോടാ എന്ന് ചോദിച്ചെടുത്ത് എടാ മൊബൈൽ എടുത്തിട്ട് അസൈൻമെന്റ് ചെയ്യടാ എന്നാണ് ഇപ്പോൾ പേരൻസ് പറയുന്നത്, അല്ലേ? പണ്ട് അങ്ങനെ പറയാറുണ്ട്, നീ എപ്പോഴും മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണോടാ. ഇപ്പൊ പറയുന്നത് എടാ അസൈൻമെന്റ് ചെയ്യടാ മൊബൈലില്, ടൈമില് സെൻഡ് ചെയ്തില്ലെങ്കിൽ പ്രശ്നം. അപ്പം കുട്ടിക്ക് വാട്സപ്പ് അറിയാം, ഇപ്പം ഗൂഗിൾ ഫോം അറിയാം കുട്ടിക്ക്. ഇവിടെയൊക്കെയാണ് ഗൂഗിൾ ഫോമിലാണ് എല്ലാം വരുന്നത്. ആപ്പ് എന്താണെന്ന് കുട്ടിക്ക് അറിയാം. പണ്ട് ഇതൊന്നും അറിയില്ല കുട്ടിക്ക്, അല്ലെ? ലോകം മാറി, കാലം മാറി. കുട്ടിയുടെ പഠനത്തിന്റെ രീതികൾ സെൽഫ് ലേണിംഗ് എന്നുള്ള രീതിയിലേക്ക് കുട്ടികൾ വരികയാണ്. നെറ്റ് ലേണിംഗ് എന്നുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ വരും. ഗൂഗിൾ ലേണിംഗ് എന്നുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ വരികയാണ്. അപ്പോൾ ഈ രീതിയിലേക്ക് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ പേരന്റിങ്ങിലും അല്പസ്വല്പം ശ്രദ്ധ വളരെയേറെ ആവശ്യമാണെന്ന് പറഞ്ഞു. കുട്ടികൾ ഇതിനോടൊപ്പം സാധാരണയായിട്ട് കൂടുതലായിട്ട് കാർട്ടൂണുകൾ കാണുന്നു. എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ഭാരം ഉണ്ടായിരുന്നു. മോള് ധാരാളം കാർട്ടൂൺ കാണുന്ന ഒരാളാണ്. അപ്പൊ ഇവളുടെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ മുഴുവനും കുറിയെടുക്കുന്ന കൃഷ്ണനും വെണ്ണ കട്ടു തിന്നുന്ന കൃഷ്ണനും പറന്നു വരുന്ന ഏതൊക്കെയോ രൂപങ്ങളൊക്കെയാണ്. ഞാൻ ആകെ ഭാരപ്പെട്ടു, ദൈവം ഇവൾ ഇതൊക്കെയാണല്ലോ കാണുന്നത്, ഉറിയെടുക്കുന്ന കൃഷ്ണൻ, വെണ്ണ കട്ടു തിന്നുന്ന കൃഷ്ണൻ, പിന്നെ പറന്നു വരുന്ന എന്തോ ഒരു രൂപം, ചിറകുകളുള്ള മനുഷ്യര്, ഇതൊക്കെയാണ്. അപ്പോ ഞാൻ വിചാരിച്ചു ഇതെത്ര ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് ചെയ്തൊരു കാര്യം, ഞാൻ എൻ്റെ വീട്ടിൽ നടന്ന കാര്യം പറയുക, ലൈഫുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എന്നുള്ള വിചാരം. ഞാൻ ചെയ്ത ഒരു കാര്യം, അത്തരം ചാനലുകളെല്ലാം ബ്ലോക്ക് ചെയ്യും. അത്തരം ചാനലുകൾ കാണണ്ട. ഈ 5-6 തലയും 10-15 പിന്നെ കൈയും ഒക്കെ ഉള്ള കഥകൾ പറയുന്ന ചാനലുകൾ കാണേണ്ട കാര്യമില്ല. പകരം സോഷ്യൽ ലൈഫിനെ കുറിച്ച് പഠിക്കുന്ന, ഫാമിലി ലൈഫിനെ കുറിച്ച് പഠിക്കുന്ന നല്ല ചാനലുകൾ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് കുട്ടികളോട് പറയുന്ന നല്ല പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. കണ്ടെത്തുക എന്നുള്ളത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഗുണമുണ്ട്. ഗുണം എന്താണെന്നറിയാം, കുട്ടികൾ ഇംഗ്ലീഷും കമ്മ്യൂണിക്കേഷനും പഠിക്കും എന്നുള്ളതാണ് അതിൻ്റെ. ഇപ്പൊ എൻ്റെ മോളുടെ ഒരു ദിവസത്തിൽ രാത്രിയിൽ ഞങ്ങൾ കിടക്കുന്ന സന്ദർഭത്തിൽ അവൾ എന്നോട് ഇംഗ്ലീഷ് സ്റ്റോറി പറയും. അത് ഈ ഒരു കാലത്തുണ്ടായ വലിയ മാറ്റം. അവളുടെ സ്റ്റോറിയിൽ ഒരു പിഗ് ഉണ്ട്. ആ പിഗിന്റെ പേര് പപ്പ പിഗ്, മമ്മി പിഗ്, ജോർജ്, ഡാഡി പിഗ്, പെപ്പെ. 4 കഥാപാത്രങ്ങൾ. അവിടെ ഒരു അപ്പനുണ്ട്, അമ്മയുണ്ട്, ഒരു ബ്രദർ ഉണ്ട്, അവന്റെ യങ്ങർ ബ്രദർ. ഒരു പിഗ് സ്റ്റോറിയാണ്. സോ അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡാഡി പിഗ് വീട്ടില് അമ്മയെ ഹെൽപ്പ് ചെയ്യും അടുക്കളയിൽ. ഡാഡി പിഗും മമ്മി പിഗും കൂടെ ഷോപ്പിങ്ങിന് പോകും. അപ്പൊ ഷോപ്പിങ്ങിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഷോപ്പിങ്ങിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ, അതെടുക്കണമെന്നും മമ്മി പിഗ് ചോദിക്കുന്നു. അപ്പൊ പറയും അതിപ്പം വേണ്ട, വീട്ടിലുണ്ടല്ലോ. എല്ലാം കൊണ്ടുവന്നിട്ട്
ഡാഡിപ്പിക്ക് പറയുന്നു എവിടെ അത് സ്റ്റോർ ചെയ്ത് വെക്കണം, അപ്പൊ മമ്മിപ്പിക്ക് പറയുന്നു ഇവിടെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. അങ്ങനെ ചെറിയ കുട്ടി വന്നിട്ട് പറയുന്നു മമ്മി എനിക്ക് വിശക്കുന്നു. സോ ഒരു ടേബിൾ വന്നു, ടേബിളിന്റെ മാനേഴ്സ്, ടേബിളിലെ കമ്മ്യൂണിക്കേഷൻ, റൂമിനകത്തെ ബെഡ്റൂമിലെ കമ്മ്യൂണിക്കേഷൻ, കാറിനുള്ളിലെ കമ്മ്യൂണിക്കേഷൻ, ഷോപ്പിങ്ങിന് പോകുമ്പോഴുള്ള കമ്മ്യൂണിക്കേഷൻ, അവര് എന്റർടൈൻമെന്റിന് പോകുമ്പോഴുള്ള കമ്മ്യൂണിക്കേഷൻ, സ്പോർട്സിന് പോകുമ്പോഴുള്ള കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ കമ്മ്യൂണിക്കേഷന്റെ ഒരു ശൃംഖല ആ സ്റ്റോറീസിൽ എനിക്ക് കാണാൻ പറ്റും. അതിനൊരു ഗുണം ഞാൻ എൻ്റെ ബെഡ്റൂമിൽ കാണും. എന്താണെന്നറിയാമോ? ഉറങ്ങുന്നതിന് മുമ്പ് ഇവളൊരു സ്റ്റോറി പറയും. ആ സ്റ്റോറിയിൽ ഓരോ ദിവസവും അവളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന എനിക്ക് മനസ്സിലായി. ആദ്യമൊക്കെ പറയുമ്പോൾ ഈസും വാസും എല്ലാം തെറ്റിക്കുമായിരുന്നു. വാസിന്റെ സ്ഥാനത്ത് ഈസും വേറും ഒക്കെ വരുമായിരുന്നു. തേയും ദെമ്മും എല്ലാം തെറ്റുമായിരുന്നു. ഹിസ്സും ഹീം ഷീം എല്ലാം തെറ്റുമായിരുന്നു. പ്രിപ്പോസിഷൻസ് തെറ്റും, ആർട്ടിക്കിൾസ് തെറ്റും, എല്ലാം തെറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം സ്ലോലി ഇംപ്രൂവ് ചെയ്യും, നല്ലതായിട്ട് അത് ഇംപ്രൂവ് ചെയ്യും. അത് ഞങ്ങൾക്ക് ബെഡ്റൂമിൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക, നമുക്ക് ഈ ഇങ്ങനത്തെ സ്റ്റോറീസ് കാണുന്നത് തെറ്റാണ്, അങ്ങനെ കാണരുത്, എപ്പോഴും അവന് ഈ ടിവിയുടെ മുമ്പിലാണ് എന്ന് പറയുന്നതിനേക്കാൾ ഭേദം നമുക്ക് നമ്മുടെ വീടിന് അവരുടെ ലാംഗ്വേജിന് ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത് കണ്ടെത്തി അവരെ അത് കാണിക്കാനായിട്ട് അവരതിലൂടെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനും അവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിനും സഹായകരമാകാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ സ്കിൽസ്, ഇതൊക്കെ വർദ്ധിക്കുന്നതിന് കാരണം ആകും എന്നുള്ളത്. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട്, ലിമിറ്റ് എല്ലാത്തിനും വെക്കണം. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ കാണുന്നുള്ളൂ എന്ന് നമ്മളാണ് പറയുന്നത്, നമ്മളാണ് അതിന് ടൈം ലിമിറ്റ്. അങ്ങനെയെങ്കിൽ അത് ഒത്തിരി ഗുണകരമാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആ അവസാന ആദ്യം പറഞ്ഞു വന്ന ഭാഗത്തേക്ക് 4 കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തിരിക്കുക. ഡെമോൺസ്ട്രേറ്റ് വാട്ട് യു ആർ, എൻകറേജ് യുവർ ചിൽഡ്രൻ, setting up boundaries and limits, and give them certain directions to go. അത് വളരെ പ്രധാനമാണ്. ഞാൻ ഈ പ്രസന്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനമുള്ള ഷാൽ സോമൻ സാറിന് പ്രത്യേക നന്ദി, സ്നേഹം അറിയിക്കും. സമയം വളരെ പരിമിതമാണ്.